ഹായ് ഫ്രണ്ട്സ്, എൻ്റെ തൊണ്ടയൊന്നും ശരിയല്ല, ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ സമയം രാത്രി 11 മണി. ഒരു ആംബുലൻസ് പോണ സൗണ്ട് കേൾക്കാമോ? ഒന്ന് ശ്രദ്ധിച്ച്. ഞാൻ പറയാറില്ല എൻ്റെ വീട് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, ഇപ്പോൾ ദേശീയപാതയുടെ അടുത്താണെന്ന്. അതാണ് ഒരു ആംബുലൻസ് പോകുന്ന സൗണ്ട് ഇത്ര പറ്റിയാൽ കേൾക്കാം. പണ്ടൊക്കെ എനിക്ക് പേടിയായിരുന്നു ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ. എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇപ്പം പേടിയല്ല, പ്രാർത്ഥിക്കാറാണ്. എൻ്റെ മകളാണ് അതിന് കാരണം. എൻ്റെ മകൾ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് അവൾ എന്നോട് അപ്പോൾ ഒരു ദിവസം ഞാനും അവളും കൂടെ ഇങ്ങനെ ഒരു യാത്ര പോയപ്പോഴേക്കും ഒരു ആംബുലൻസ് പോയപ്പോൾ അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ച് എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു അത് ആംബുലൻസിൽ പോകുന്ന ആളുകളുടെ ജീവന് യാതൊരു ആപത്തും വരത്തില്ല എന്നാണ് പ്രാർത്ഥിച്ചതെന്ന്. അന്ന് തുടങ്ങി ആംബുലൻസ് പോകുന്ന വെച്ച് കേൾക്കുമ്പോൾ എനിക്ക് പേടിയല്ല തോന്നാറ്, പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് പേടി എന്നുള്ള ഭാവം മാറി ഇപ്പോൾ പ്രാർത്ഥനയിലേക്ക് വന്നപ്പം എനിക്കിപ്പോൾ പേടി തോന്നാറില്ല. അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ ആംബുലൻസിന് വെച്ച് നോക്കുമ്പോൾ മനസ്സിനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. പക്ഷേ ഇപ്പം ഞാൻ ആംബുലൻസിനെ കുറിച്ച് പറയാനല്ലായിരുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ 2-3 ആൾക്കാരിയ്ക്കുന്നുണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ അന്തേവാസികളാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളൊന്നുമല്ല. ഇതൊക്കെ കണ്ടോ, അതായത് ഈ ഇരിക്കുന്നതാണ് അമ്മയാണിത്. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ പോയാലും അവൾക്ക് പ്രശ്നമൊന്നുമില്ല. നോക്കുന്നുണ്ടോ, അതിൻ്റെ അടുത്തിരിക്കുന്നതൊക്കെ കുഞ്ഞു അവളുടെ തന്നെ മക്കളാണ്. അപ്പം ഒരു 3 തലമുറയുടെ ആൾക്കാർ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന. ഞാൻ അപ്പോൾ ആംബുലൻസിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും അവർ പോയി. അപ്പോൾ ബാക്കിയുള്ളവർ വെച്ചിട്ട് ഒരു സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നേ. അപ്പോൾ എന്തായാലും എന്തിപ്പോൾ ഇവരെയൊക്കെ ഒന്നിങ്ങനെ കാണിക്കാൻ. രാത്രിയാണ്, എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക, അമ്മയും മക്കളും എല്ലാവരും കൂടെ. കണ്ട ഓടിപ്പോയി. നോക്കിയാണ് എന്താണ് സംഭവം നോക്കുക. പക്ഷേ ഈ അമ്മപ്പൂച്ചയ്ക്ക് എന്നെ അറിയാമല്ലോ, അപ്പം അത് കാരണം അവൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ ഇരിക്കും, പേടിയൊന്നുമില്ല. പക്ഷെ ഇവന്മാർക്കൊക്കെ പേടിയാണ്, കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. അവർ ഞാൻ അടുത്തേക്ക് വരുമ്പോഴേ ഓടാറാണ്. ഇപ്പം പിന്നെ ഇതിങ്ങനെ ഇരിക്കും, ഇങ്ങനെ എന്തോ ഞാൻ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടാ മറ്റേയാണ്. അതിൻ്റെയൊക്കെ നോട്ടം കണ്ടില്ലേ. മറ്റേവള് അമ്മ പോയി, അമ്മയ്ക്ക് മതി, അമ്മ പോയി. ഇപ്പോൾ അവൻ മാത്രമേ ഇരിപ്പുണ്ട്. അവൻ എന്താ ഇത് കൗതുകത്തോട് നോക്കുമായിരുന്നേ. അമ്മ പോയത് അവനും പോണം, നീങ്ങിയിരുന്ന്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.